എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഭാഷ് പാർക്കും എറണാകുളം ബോട്ട് ജെട്ടിയും കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളം മേനകയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം കൊച്ചിക്കായലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ. ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം മനോഹരങ്ങളായ ബോട്ടുകൾ ജെട്ടിയിൽ ഇട്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊച്ചിൻ വാട്ടർ മെട്രോയിലൂടെയാണ്. അപ്പോൾ വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര കാണാം. വളരെ മനോഹരമായി ഒരുക്കിയിട്ടുള്ള ഈ സ്ഥലം കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള വാട്ടർ മെട്രോയുടെ ടെർമിനലാണ്. എൻട്രൻസിലൂടെ പ്രവേശിച്ച് ടിക്കറ്റ് എടുത്ത് വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. മെട്രോയിൽ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ മെട്രോയിലൂടെ ഉള്ള ഈ യാത്ര ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നും വൈപ്പിൻ ദ്വീപിലേക്കാണ്. അങ്ങനെ അല്പനേരത്തിന് ശേഷം ബോട്ടിലേക്ക് കയറാൻ സമയമായപ്പോൾ പതുക്കെ നടന്ന് ബോട്ടിലേക്ക്. ഈ ബോട്ട് ജെട്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കോൺക്രീറ്റ് പോണ്ടൂണുകൾ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ബോട്ടുകൾക്ക് ഒരേ ലെവലിൽ നിലനിർത്താൻ സഹായിക്കുന്നു. അതിലൂടെ നടന്നാണ് ബോട്ടിൽ കയറിയിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും എയർ കണ്ടീഷനും ചെയ്ത മനോഹരങ്ങളായ ബോട്ടുകളാണ് കൊച്ചിൻ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കൊച്ചിൻ വാട്ടർ മെട്രോ എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനമാണ്. പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ 78 ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ടുകൾ 38 ടെർമിനലുകളെ 76 കിലോമീറ്റർ റൂട്ടിൽ ബന്ധിപ്പിക്കുകയും 10 ദ്വീപുകളെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനോടകം 1-2 വട്ടം ഞാൻ കൊച്ചിൻ വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കൊച്ചിക്കായലിലൂടെയുള്ള ഈ ബോട്ട് യാത്ര മനോഹരമായ അനുഭവമാണ് നൽകുന്നത്. അതുകൊണ്ട് വീണ്ടും അതീവ സെൻസിറ്റീവ് മേഖലയായതുകൊണ്ട് തന്നെ എപ്പോഴും നേവിയുടെ നിരീക്ഷണ വലയത്തിലാണ് ഈ പ്രദേശം മുഴുവനും. ഇപ്പോൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബോൾഗാട്ടി പാലസിൻ്റെ അടുത്തുകൂടിയാണ്. അതുപോലെ തന്നെ വയറ്റിലിൽ നിന്ന് തുടങ്ങി കാക്കനാട് വരെ പോകുന്ന വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്രയും മനോഹരമായ അനുഭവമാണ് നൽകുന്നത്. അങ്ങ് ദൂരെ ദ്വീപ് പോലെ കാണുന്ന സ്ഥലത്ത് കാണുന്നതാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ. വല്ലാർപാടം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ശ്രീ അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രിയായിരിക്കെയാണ് 3200 കോടിയുടെ ഈ ബൃഹത് പദ്ധതി തുടങ്ങിയതും ഉദ്ഘാടനം ചെയ്തതും നടപ്പിൽ വരുത്തിയതും.
അങ്ങനെ ബോട്ട് വൈപ്പിൻ ദ്വീപ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇടത് സൈഡിൽ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി, വലത് സൈഡിൽ കാണുന്നത് വൈപ്പിനും. മറ്റ് യാത്രക്കാരെല്ലാം കൊച്ചിക്കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടും വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടും ഇരിക്കുന്നു. ഇന്ന് ബോട്ടിൽ ആളുകൾ വളരെ കുറവായതുകൊണ്ട് ബോട്ടിൽ ഓടി നടന്ന് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാമെന്നുകൊണ്ട് ഞാൻ ആ തിരക്കിലാണ്. മീൻ പിടിക്കാൻ പോകുന്ന യന്ത്രവൽകൃതങ്ങളായ ചെറിയ വള്ളങ്ങളെ നമുക്കിവിടെ കാണാം. അങ്ങനെ കൊച്ചിക്കായലിലെ ഈ മനോഹരങ്ങളായ വ്യത്യസ്ത കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ ബോട്ട് വൈപ്പിൻ ടെർമിനലിലേക്ക് സാവധാനം അടുത്തുകൊണ്ടിരിക്കുന്നു. ബോട്ട് ടെർമിനലിൽ അടുത്തപ്പോൾ സെക്യൂരിറ്റിക്കാർ വന്ന് ബോട്ട് ഉറപ്പിച്ചതിന് ശേഷം അവരുടെ നിർദ്ദേശപ്രകാരം ബോട്ടിൽ നിന്നും യാത്രക്കാർ ഇറങ്ങി. ബോട്ടിൽ നിന്ന് ഇറങ്ങി ചെന്ന് കയറുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. ഇവിടെ യാത്രക്കാർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ കായലിലെ മനോഹരങ്ങളായ മറ്റ് കാഴ്ചകൾ കാണാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഹാൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹാളിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നതാണ് ജങ്കാർ. ഈ ജങ്കാർ സർവീസ് ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നു. അങ്ങനെ കുറച്ചു നേരം ഹാളിൽ ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങി ജങ്കാറിൻ്റെ അടുത്ത് നിന്ന് കാണാമെന്ന് തീരുമാനിച്ചു. ഈ റോഡിൽ കാണുന്ന വാഹനങ്ങളും വാഹനത്തോടൊപ്പമുള്ള ആളുകളും വൈപ്പിൻ ദ്വീപിൽ നിന്നും ഫോർട്ട് കൊച്ചിക്ക് പോകാൻ വേണ്ടി ജങ്കാർ നോക്കി നിൽക്കുന്നവരാണ്. ഇതാണ് വാട്ടർ മെട്രോയുടെ വൈപ്പിനിലെ ടെർമിനൽ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ജംഗ്ഷനിലേക്കുള്ള മെട്രോയുടെ ബോട്ട് വന്നു. അതിൽ കയറി. ഈ ബോട്ട് നേരെ ഹൈക്കോടതി ജംഗ്ഷനിലേക്കല്ല പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോകുന്നത്. ഇപ്പോൾ വേലിയേറ്റത്തിന് സമയമാണോ എന്നറിയില്ല. കായലിൽ നല്ല തിരയിളക്കം, അതുകൊണ്ട് ബോട്ടും ഒക്കെ നല്ല ആടി ഒലഞ്ഞാണ് പോകുന്നത്.
ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം പണ്ട് കാലത്ത് പണിത ആ പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും നല്ല പ്രൗഢിയോടുകൂടി തല ഉയർത്തി നിൽക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ആ പഴയ കെട്ടിടങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ പരമ്പരാഗത ബോട്ടും അതുപോലെ തന്നെ മറ്റ് മത്സ്യബന്ധന ബോട്ടുകളും കായലിലൂടെ പോകുന്നത്. ഒരിക്കൽ കൂടെ ബോട്ട് വീണ്ടും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ സമീപത്തു കൂടിയാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ഷിപ്പിൽ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ ബോട്ട് സാവധാനം ഹൈക്കോടതി ജംഗ്ഷനിലേക്ക്. കൊച്ചി വൺകാട് ഉപയോഗിച്ച് കൊച്ചി മെട്രോയിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാം. ഇത് കൊച്ചി മെട്രോയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.